നമസ്കാരമുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. മലയാള സിനിമയിൽ ശബ്ദം കൊണ്ടും ചലനം കൊണ്ടും ആരെയും ആകർഷിപ്പിക്കുന്ന ഒരു നടനായിരുന്നു മുരളി. പൗരുഷമുള്ള മുരളിയുടെ അഭിനയത്തെ ഇന്നും പ്രേക്ഷക ഹൃദയങ്ങൾ മറന്നിട്ടില്ല. കൊട്ടാരക്കരയിലെ ഒരു ഗ്രാമത്തിലായിരുന്നു മുരളി ജനിച്ചു വളർന്നത്. മുരളിയുടെ അച്ഛനും അമ്മയ്ക്കും 5 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. വീട്ടിലെ ബുദ്ധിമുട്ടും ദാരിദ്ര്യവും മൂലം മുരളി തന്റെ അപ്പൂപ്പന്റെയും അമ്മുമ്മയുടെയും കൂടെയാണ് താമസിച്ചിരുന്നത്. അമ്മുമ്മ ഒരു കർക്കശക്കാരിയായിരുന്നു. വെളുപ്പിനെ 5 മണിക്ക് എഴുന്നേറ്റ് കുളിച്ചിട്ട് ഹരിനാമ കീർത്തനം ചൊല്ലുകയും അതിനുശേഷം പഠിക്കാനിരിക്കുകയും വേണമായിരുന്നു. അതുപോലെ തന്നെ സന്ധ്യയാകുമ്പോൾ ഹരിനാമ കീർത്തനം ചൊല്ലിയ ശേഷം പഠിക്കാനിരിക്കുകയും വേണമായിരുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും അമ്പലത്തിലെ ഉത്സവ പറമ്പുകളിൽ നാടകം, കഥകളി തുടങ്ങിയ കലാരൂപങ്ങൾ മുരളിയെ കൊണ്ടുപോയി കാണിക്കുമായിരുന്നു. അമ്മുമ്മയുടെ പ്രേരണയാൽ മുരളി 5-ാമത്തെ വയസ്സിൽ ബാലയിൽ അഭിനയിക്കുവാൻ തുടങ്ങി. അതിൽ പെൺവേഷമായിരുന്നു അഭിനയിച്ചു തുടങ്ങിയിരുന്നത്. പല ബാലയിൽ അഭിനയിക്കുമ്പോഴൊക്കെയും പെൺവേഷമായിരുന്നു അഭിനയിച്ചിരുന്നത്. അതിനുശേഷം ശനിദിശ എന്ന നാടകത്തിൽ അഭിനയിക്കുവാൻ അവസരം കിട്ടി. അതോടെ പെൺവേഷത്തിന് തിരശ്ശീല വീഴുകയായിരുന്നു. മുരളിയുടെ കലാവാസനയെ ഉയർത്തിക്കൊണ്ടുവരുവാൻ അപ്പൂപ്പനും അമ്മുമ്മയും വളരെ വലിയ പ്രോത്സാഹനമാണ് നൽകിയിരുന്നത്. അമ്മുമ്മയോടും അമ്മുമ്മ ഉണ്ടാക്കിത്തരുന്ന ഭക്ഷണത്തോടുമായിരുന്നു മുരളിക്ക് ഏറെയും ഇഷ്ടം. അമ്മുമ്മ ഉണ്ടാക്കിത്തരുന്ന ഭക്ഷണങ്ങൾ ചുടുചോറും തൈരും ചമ്മന്തിയും ചീനയും ചാണകക്കറിയും മീൻകറിയും പുളിശ്ശേരിയും ഒക്കെ ആയിരുന്നു. അമ്മുമ്മയുടെ മരണശേഷം അങ്ങനെ ഒരു രുചിഭേദങ്ങൾ മുരളിക്ക് അന്യമായി. ജീവിതത്തിൽ മുരളിയുടെ ഏറ്റവും വലിയ ദുഃഖം അമ്മുമ്മയുടെ മരണസമയത്ത് അമ്മുമ്മയുടെ ഒപ്പം ഉണ്ടായിരുന്നില്ല എന്നതാണ്. അതുപോലെ തന്നെ മരണസമയത്ത് അമ്മുമ്മയെ ഒന്ന് കാണുവാൻ കഴിഞ്ഞില്ല. മുരളി അമ്മുമ്മയെ കാണുവാൻ എത്തുന്നതിന് മുമ്പേ അമ്മുമ്മയുടെ മൃതദേഹം ദഹിപ്പിച്ചു കഴിഞ്ഞിരുന്നു. അന്ന് മുരളി സിനിമയിൽ അഭിനയിച്ചു തുടങ്ങുന്ന കാലഘട്ടമാണ്. അമ്മുമ്മയുടെ മരണവിവരം അറിയുവാൻ വൈകിയതാണ് കാരണം. മുരളി സിനിമയിൽ അഭിനയിക്കുവാൻ തുടങ്ങിയെങ്കിലും സിനിമയിൽ ഒരു നടനായി മാറുമെന്നുള്ള പ്രതീക്ഷകളൊന്നും മുരളിക്കുണ്ടായിരുന്നില്ല. കാരണം മുരളിയുടെ നെറ്റിയിലെ കാണുന്ന വെട്ടുപാട് ഉള്ളതുകൊണ്ട് പ്രേക്ഷകർ തന്നെ സ്വീകരിക്കുമോ എന്ന സംശയം മുരളിക്കുണ്ടായിരുന്നു. എന്നാൽ സിനിമയിൽ മുരളിക്ക് മുന്നേറുവാൻ മുരളിയുടെ നെറ്റിയിലെ പാടൊരു തടസ്സമായിരുന്നില്ല. 2-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പത്താഴത്തിന്റെ ആപ്പു നെറ്റിയിൽ കൊണ്ടാണ് സാമാന്യം നല്ലൊരു മുറിവ് ഉണ്ടായിരുന്നത്. എന്നാൽ അപ്പൂപ്പന്റെ പച്ചമരുന്ന് ചികിത്സയിലൂടെയാണ് ആ മുറിവ് ഭേദമായത്. മുരളി എന്ന പൗരുഷ നടനെ പ്രേക്ഷകർ മറക്കാതിരിക്കട്ടെ. മുരളിക്ക് സാരംഗി ന്യൂസിന്റെ ആദരാഞ്ജലികൾ.